ക്വാൺ മ്യൂച്വൽ ഫണ്ടുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 3 മാസം മുൻപാണ് നമ്മൾ ക്വാൺ മ്യൂച്വൽ ഫണ്ടുകളിൽ നടന്നിട്ടുള്ള ഒരു പ്രത്യേക തരം തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് റണ്ണിങ് സ്കാമിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഫ്രണ്ട് റണ്ണിങ് സ്കാം എക്സ്പോസ് ആവുന്നതിന് മുൻപ് തന്നെ ഈ ക്വാൺ മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുകയോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ആളുകളോട് പറയുകയോ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ഹൈപ്പർ ആക്റ്റീവ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആണ്. അത് അത്യാവശ്യം മൊമെന്റമുള്ള ഒരു സമയത്ത് നല്ല രീതിയിൽ മാർക്കറ്റിൽ നിന്ന് നേട്ടമെടുക്കാൻ കഴിവുള്ള ഒരു രീതിയാണ് എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള മാർക്കറ്റ് കണ്ടീഷനുകളിൽ നമ്മൾക്ക് നഷ്ടസാധ്യത കൂടുതൽ ഉണ്ടാവുമെന്നുള്ള ഒരു അറിവിൻ്റെ ബേസിസിലാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ക്വാൺ മ്യൂച്വൽ ഫണ്ടുകളിൽ എനിക്ക് പേഴ്സണലി ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഞാൻ ആരോടും പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയാറില്ല. ക്വാൺ മ്യൂച്വൽ ഫണ്ടിൽ ഏകദേശം ഒരു 3 മാസം മുമ്പ് നടന്നിട്ടുള്ള ഫ്രണ്ട് റണ്ണിങ് സ്കാം എന്താണെന്ന് വെച്ചാൽ, ക്വാൺ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളിൽ ആ ഫണ്ട് മാനേജ്മെന്റ് ടീമിലുള്ള ആളുകൾ മുൻകൂറായി അറിയുകയും അത്തരം സ്റ്റോക്കുകൾ മുൻകൂറായി ലാഭത്തിന് വേണ്ടി അവരുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിക് ഫണ്ട് ഹൗസ് ബേസ്ഡ് സ്കാമാണ് അവർ ചെയ്തത് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ക്വാണ്ടിലെ ഒരു മെയിൻ സ്ട്രീം ആളുകൾക്കൊന്നും അതിൽ ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും ക്വാണ്ടിന്റെ ഓവറോൾ ആ ഫണ്ട് ഹൗസിന്റെ ഒരു ക്രെഡിബിലിറ്റിയെ വളരെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് അതിനുശേഷം എമർജ് ചെയ്തത്. ക്വാണ്ടിലേക്കുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ കുറയുകയും അതിൽ നിന്ന് ഫണ്ടുകൾ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഫണ്ടുകൾ പിൻവലിക്കപ്പെടുന്നതിൻ്റെ തോത് കൂടുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അത് ഈ ഫണ്ടിന്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്ന ഫണ്ടിന്റെ പെർഫോമൻസിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അടുത്തുള്ള പെർഫോമൻസ് ഫാക്ടേഴ്സ് പറയുന്നത്. ലാസ്റ്റ് ഒരു 1.5 മാസത്തെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത 16 ഫണ്ടുകളിൽ 8 ഫണ്ടുകളും ക്വാണ്ടിൽ നിന്നുള്ളതായിരുന്നു. അതായത് ടാക്സ് സേവിംഗ് ഫണ്ട്, അവരുടെ ആക്റ്റീവ് ഫണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, ലാർജ് ക്യാപ് ഫണ്ട്, ഇത്തരം ഫണ്ടുകളെല്ലാം തന്നെ നെഗറ്റീവ് റിട്ടേണോ അല്ലെങ്കിൽ നെഗറ്റീവിന് അടുത്തുള്ള റിട്ടേണോ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഷോർട്ട് ടേമിലേക്ക് ഈ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് ലാഭം നേടാമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ ഫണ്ട് തിരികെ വരിക ആണ് എന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കാനുള്ള സാധ്യത. ഈ ഫണ്ട് ഹൗസ് വളരെ വലിയ രീതിയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ട് ഹൗസ് ആയിരുന്നു ക്വാണ്ട്. പക്ഷേ കൂടിയ അളവിൽ ഒരു ഇൻഫ്ലോ ഉണ്ടാവുകയും ആ ഒരു പെർഫോമൻസ് ഫാക്ടേഴ്സ് ഉയർത്തി നിലനിർത്തുന്നതിനായിട്ട് ഈ ക്വാണ്ട് പോലുള്ള ഒരു സ്മോൾ AMCക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള ഹൈ റിവാർഡിംഗ് ആയിട്ടുള്ള ബെറ്റുകൾ എടുക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ഓവറോൾ ഒരു മൊമെന്റം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഒരു നെഗറ്റീവ് സൈഡിലേക്കൊക്കെ വോളറ്റിലിറ്റി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള റിട്ടേൺ ഒരു കാരണവശാലും ക്വാണ്ട് ഫണ്ടുകളിൽ കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരം ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം ഈ ക്വാണ്ട് ഫണ്ടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സന്ദീപ് ടണ്ടൻ എന്ന് പറയുന്ന ഒരൊറ്റ മെയിൻ ആളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം ഒരു പേഴ്സൺ ഡിപ്പെൻഡൻസ് ഉള്ള ഫണ്ട് ഹൗസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണമെന്നുള്ള പേഴ്സണൽ അഭിപ്രായമാണുള്ളത്. ഇതൊരിക്കലും ക്വാണ്ട് ഫണ്ടുകളെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ക്വാണ്ട് ഫണ്ടുകളിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളെ നോർമൽ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നുള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് ക്വാണ്ട് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്വാണ്ടിന്റെ എല്ലാ ഫണ്ടുകളിലും പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് 1-2 ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ടുകളെല്ലാം തന്നെ ഓവർലാപ്പ് കൂടുതലുള്ള ഫണ്ടുകളാണ്. അതായത് ഒരു ഫണ്ടിലുള്ള അതേ സ്റ്റോക്കുകൾ തന്നെയാണ് മിക്കവാറും മറ്റുള്ള ഫണ്ടുകളിലും കാണുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ട് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ആളുകൾ 1-2 ഫണ്ടുകൾ മാത്രമായിട്ട് ഇൻവെസ്റ്റ്മെന്റുകൾ ചുരുക്കുകയും ചെറിയ കാലത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ക്വാണ്ടിൽ നടത്തി വലിയ ലാഭം നേടാം എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് റിട്ടേണോ അല്ലെങ്കിൽ റിട്ടേൺ ഇല്ലായ്മയോ ഒക്കെ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ചും ലാസ്റ്റ് ഈ ഒരു 3-4 മാസത്തെ ഇവരുടെ അണ്ടർ പെർഫോമൻസ് കാണിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.